പെൺകുട്ടികളുടെ അഭിലാഷേട്ടൻ മറ്റേ ഇപ്പൊ പറയൂ അടുത്ത വളത്തില് ഞാനും വിളിക്കുന്നില്ല. അത് ത്രില്ലടിച്ചാൽ നമുക്ക് ത്രില്ലർ എന്ന് പറയാം. ഒരു മിസ്റ്ററി ക്രൈം ആ മൂഡിലാണ് പോകുന്നത്. അത് മനുഷ്യനാണോ പ്രേതമാണോ എന്താണോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കണ്ടന്റ്. She can be the spine, emotional spine of the movie എന്നും കൂടെ പറയാം. അവസാനം എഡിറ്റ് ചെയ്യാൻ വരുമ്പോ എഡിറ്റർ പ്രശ്നങ്ങൾ വീട്ടില് പലർക്കും അസുഖങ്ങൾ അങ്ങനെ ഓരോരുത്തരായിട്ട് നീൽ പോളിഷ് ഒരു കയ്യിലിടും ഈ കയ്യിലിടില്ല. അപ്പോൾ ഓക്കെ റൈറ്റ് ലെഫ്റ്റ് അതന്നെ എനിക്ക് തെറ്റും. അപ്പോൾ മേ ബി ഞാൻ തന്നെയായിരിക്കും. എനിക്ക് അങ്ങനെ തെറ്റിക്കാനായിട്ട് വേറൊരാളുടെ ആവശ്യമില്ല. ഞാൻ തന്നെ ഞാൻ പിടിക്കപ്പെടും. ഞാൻ കുറച്ച് ഓവറാണ്. ആണോ? ഡോസ് സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് കൂടെ ഉള്ളത് സിജു വിൽസൺ, അശ്വിൻ, കൃഷ, ദൃശ്യ രഘുനാഥ് ആൻഡ് ഡയറക്ടർ അഭിലാഷ്. വെൽക്കം. അപ്പം നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഡോസൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇപ്പം നിങ്ങൾ ഡോസ് പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. എന്തായിരിക്കും ഈ ഡോസിലൂടെ പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്ന ഡോസ്? നല്ലൊരു ത്രില്ലറായിരിക്കും. ത്രില്ലർ ഡോസ്. പ്രതീക്ഷ, എല്ലാം പ്രതീക്ഷകളാണ്. ഓരോ സിനിമയും ഓരോ ശ്രമങ്ങളാണ്. പൂർണ്ണമായിട്ടൊരു ത്രില്ലർ ജോണറിലുള്ളൊരു മൂവിയാണ്. അപ്പോൾ ആ ഒരു ത്രില്ലിങ് ഇത് ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. ഒരു ഡോസ് ആകും. അപ്പൊ ഒരു ഡോസ് ആകും. എന്താണ് സിജുചേട്ടൻ്റെ ഇപ്പൊ ക്യാരക്ടർ എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ പ്രകാശ് എന്നാണ് ക്യാരക്ടർ പേര്. പുള്ളി എന്തായിരുന്നു? പുള്ളി ഒരു പൾമനോളജിസ്റ്റ് ആണ്. പൾമനോളജിസ്റ്റ്. ശ്വാസകോശ സംബന്ധമായ രോഗം നമുക്ക് ആസ്മയൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഡോക്ടർ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് സൂക്ഷിക്കുന്ന ആളാണ്. അതാണ് ക്യാരക്ടർ. പ്രകാശ്. അശ്വിൻ ചേട്ടൻ്റെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും ക്യാരക്ടറിലൂടെ കൺവേ ആകാൻ പോകുന്നത്? ഒരു കോപ്പാണ്. ആൻഡ് his name is Vivek. അല്ല എനിക്ക് മനസ്സിലായി. ഓക്കെ. എന്ത് മനസ്സിലായി? പോലീസ്. പോലീസ്. അതുവരെ മനസ്സിലായില്ല. ഞാൻ സിജുചേട്ടൻ ചിരിക്കണ കണ്ടപ്പോ അപ്പോ ഇവിടെ ഒരുപാട് വിയേർഡായിട്ട് ചില ഇൻസ്റ്റൻസസ് നടക്കും. അപ്പോൾ ഈ ഹോസ്പിറ്റൽ സംബന്ധിച്ചാണ് ഈ കേസ് പോകുന്നത്. അപ്പോൾ അതിൽ ആ ഒരു പാരലായിട്ട് ഞാൻ എൻ്റെ ഇൻവെസ്റ്റിഗേഷനും അന്വേഷണങ്ങളും അതൊക്കെയാണ് ഒരു സൈഡിൽ പോകുന്നത്. സോ അത് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. പെർഫോമൻസുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ഇവിടെയാണ്. മെയിനായിട്ട് ഇതൊരു ഹോസ്പിറ്റൽ ബാക്ക് ഡ്രോപ്പിലാണ് മൂവി പറയുന്നത്. അവിടെ കുറച്ച് മരണങ്ങൾ സംഭവിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഒരു അന്വേഷണം നടക്കുന്നതാണ്. പൂർണ്ണമായിട്ടൊരു മെഡിക്കൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ. അത് ത്രില്ലർ അടിച്ചാൽ നമുക്ക് ത്രില്ലർ എന്ന് പറയാം. ഒരു മിസ്റ്ററി ക്രൈം ആ മൂഡിലാണ് പോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നു, മരണങ്ങൾ നടക്കുന്നു, അതിന്റെ അന്വേഷണം പരിപാടി അങ്ങനെ പോകുന്ന പരിപാടി. അത് മനുഷ്യനാണോ പ്രേതമാണോ എന്താണോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കണ്ടന്റ്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം കൂടെ കിട്ടുമല്ലേ? അതെ, ചെറിയ ഒരു ജോണർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കണ്ടതിൽ നിന്ന് പതുക്കെ ചില മാറ്റങ്ങളിലേക്കൊക്കെ പോകും. എന്തായാലും ഇനിയിപ്പോ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. അതെ അതെ. കൃഷ, എന്താണ് ക്യാരക്ടറെ പറ്റി പറയാനുള്ളത്? എന്റെ ക്യാരക്ടർ പേര് ആദിത്യയാണ്. അത്രേ ഞാൻ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ ആ ക്യാരക്ടറിനെ കുറിച്ച്. ബാക്കി പടം കണ്ടാലാണ് അതിൻ്റെ ഒരു, ബിക്കോസ് അത് ഒരു ലെയേർഡ് ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും പറഞ്ഞാലും കയ്യിൽ നിന്ന് വിട്ടു പോകും. അപ്പം പറയാതിരിക്കുമായിരിക്കും ബെറ്റർ. സോ അത്രേ ഉള്ളൂ ഇപ്പോഴത്തേക്ക്. ഭയങ്കര ക്ലോസ് ആണ്. ഇറ്റ് ഹിറ്റ്സ് ഹോം ഇൻ മെനി വേസ് ഓൾസോ സംടൈംസ്. അത്രേ ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി ഇമോഷണൽ ആയിട്ട് ഒരു ഷീ ക്യാൻ ബി ദ സ്പൈൻ, ഇമോഷണൽ സ്പൈൻ ഓഫ് ദ മൂവി എന്നും കൂടെ പറയാം. സോ ആ ഒരു ഡെപ്ത് ഓഫ് ഇമോഷൻസ്, എമോഷണൽ സ്പൈൻ ഹാഷ്ടാഗ് കൊടുക്കാം. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അഗൈൻ ഇറ്റ്സ് ഹിസ് റൈറ്റിംഗ് ദാറ്റ് ഹാസ് അപ്ലിഫ്റ്റഡ് ഇറ്റ്. ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കോംബോ വീണ്ടും തിരിച്ചു വരുന്നുണ്ടല്ലോ ദൃശ്യ ചേട്ടൻ. അതെ, പക്ഷെ ഇത് വേറൊരു ഷെയ്ഡായിരിക്കും. അതില് അതേത് ഹാപ്പി വെഡിങ് പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു കോമഡി, ഇത് കോമഡി അല്ല, ഇറ്റ്സ് ലൈക്ക് പ്യുവർ ഡ്രാമ, ക്രൈം ഡ്രാമയാണ്. എന്തായിരിക്കും ഇപ്പൊ ക്യാരക്ടറിന്റെ പേര് അരുന്ധതി എന്നാണ്. കാർഡിയോളജിസ്റ്റ് ആണ്. സിജുചേട്ടന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ്.
കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. അല്ലേ? Yes, അവിടെ 10 വർഷം മുമ്പ് കല്യാണം കഴിച്ചപ്പോ കഴിച്ചു. ex ആയി. അതെ. Actually 10 years ആയി. സിജു. Next month 10 years 10 years ആവും. ഹാപ്പി വെഡിങ്. ഡയറക്ടറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സംവിധാനമാണ്. ഇതിനു മുൻപ് ഷോർട്ട് ഫിലിംസ് ചെയ്ത് നമുക്ക് ഫെമിലിയർ ആണ്. അവിടുന്ന് ഫസ്റ്റ് ടൈം ഒരു ഫീച്ചർ ഫിലിമിലേക്ക് വന്നു. അതും ഒരു ഈ തരത്തിലുള്ള ഒരു ത്രില്ലർ ജോണർ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ആദ്യ സംവിധാനം എന്നുള്ള രീതിയിൽ ഈ സിനിമ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നത് ചാനലിലാണ്. ഞാൻ ഒരു പ്രോഗ്രാം നമ്മളെ പോലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ജീവൻ ടിവിയിലെ അവതാരകനായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഷോസ് തുടങ്ങിയ കാലഘട്ടം, അതായത് ഒരു 6 വർഷം മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറെ പടങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊമോഷന് ആങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഒരു 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സോങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഥ എഴുതി അതുമായിട്ട് ഇങ്ങനെ അലയുകയായിരുന്നു. 10 വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ, 10 അല്ല അതിനു മുന്നേ തുടങ്ങിയാണ്. ആദ്യ സമയങ്ങളിലൊക്കെ ആക്ടിങ് ആയിരുന്നു പാഷൻ എല്ലാവരെയും പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിഞ്ഞ് വഴി തിരിച്ചറിഞ്ഞു. അതിനുശേഷം 10 വർഷമായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അതിനിടയിൽ വേറൊരു സബ്ജക്റ്റാണ് ചെയ്യാനിരുന്നത്. അപ്പൊ അതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ അതാണ് എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്നത്. ബാക്ക് 2018 എൻ്റെ അടുത്ത് വന്ന ആ സ്റ്റോറിയാണ് നറേറ്റ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ചെയ്യാനായിട്ട് റെഡി ആയിരുന്നു. ഇച്ചിരി ബഡ്ജറ്റുള്ള മൂവിയാണ്. അപ്പൊ വെള്ളപ്പൊക്കം വന്നു. അതെ, വെള്ളപ്പൊക്കത്തില് ആ സ്ക്രിപ്റ്റ് വലിച്ചു തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഇതിൽ ഒതുങ്ങുകയും അങ്ങനത്തെ ഒരു പറ്റുന്നൊരു സബ്ജക്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഡോസിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഡോസ് വന്ന് സബ്ജക്ട് പറയുന്നു. കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. നമ്മളെപ്പോഴും ത്രില്ലേഴ്സ് കാണുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണുള്ളതെന്ന് നമ്മൾ നോക്കില്ല. ഈവൻ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്കോപ്പ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നു. അതാണ് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിന്റെ എങ്ങനെയായിരുന്നു ശരിക്കും? കുറച്ചധികം റിസർച്ച് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും എൻ്റെ അമ്മയ്ക്കൊരു വലിയൊരു മെഡിക്കൽ പ്രോബ്ലം വന്നിട്ടൊരു കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ 1 മാസം അഡ്മിറ്റ് ആയിരുന്നു. ഈ സമയത്ത് ബൈസ്റ്റാൻഡറായിട്ട് ഞാനുണ്ട്. അപ്പൊ നൈറ്റ് ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങി സിനിമകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ആലോചിക്കും, ഇവിടെ ഒരാൾ കടന്നു വന്നാൽ എങ്ങനെ സെക്യൂരിറ്റി അവിടുന്ന് ഒരാൾ, അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെ ഹോസ്പിറ്റൽ മെഡിക്കൽ ക്രൈമുകളെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതും അമേരിക്കയിൽ നടന്നിട്ടുള്ളതും അങ്ങനെ ലോകമെമ്പാടും നടന്നിട്ടുള്ള ഇതുപോലത്തെ മെഡിക്കൽ ക്രൈമുകൾ അതുപോലത്തെയുള്ള ആളുകൾ അങ്ങനെ റിസർച്ച് ചെയ്ത് പിന്നെ അതൊരു കഥയാക്കി മാറ്റി. അങ്ങനെ ആണ് ഇതിന്റെ ഒരു കഥ രൂപപ്പെട്ടത്. പിന്നെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് തുടങ്ങിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ നറേഷനൊക്കെ കേട്ടപ്പോൾ. ഫസ്റ്റ് നറേഷൻ തന്നെ ഓക്കെ ചെയ്തിരുന്നു. ഐ വാസ് ലൈക്ക്, അല്ലേ, ഒരു ആസ് എ പ്ലോട്ട് ഇറ്റ് സെൽഫ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഇസ് ഒരു എന്തെങ്കിലും ഒരു ടേക്ക് അവേ ആർട്ടിസ്റ്റിനും ആവശ്യമാണ്. നമ്മളെന്തായാലും നമ്മുടെ സ്വന്തത്തിന് ഇടുന്നത് ഈ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ മാത്രമാണ്. ബാക്കിയെല്ലാം വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പങ്കില്ല. കോസ്റ്റ്യൂം നമ്മുടെ ഇല്ല, മേക്കപ്പ് നമ്മുടെ ഇല്ല, ആർട്ടും ഒന്നും നമ്മുടെ ഇല്ല. നമ്മൾ മര്യാദയ്ക്ക് ആ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ നമുക്ക് ശരിക്കും ജീവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെൻസ് ചെയ്യും നാരേഷനിൽ തന്നെ. അത് ചിലപ്പം മിസ്ജഡ്ജ് ആയിരിക്കാം, പക്ഷെ മിക്കവാറും നമുക്ക് കിട്ടുന്ന എന്തോ ഒരു സംതൃപ്തി ഉണ്ടാവും നറേഷനിൽ തന്നെ. നല്ല കഥ കേട്ട് എന്തോ ഒരു ഇത് സംഭവമുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളൊരു എന്തോ ഒരു കൊതി അത് എവിടെയെങ്കിലും ട്രിഗറായി കഴിഞ്ഞാൽ പിന്നെ ദെൻ മേ ബി ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതുപോലത്തെ ഒരു കഥയായിരുന്നു. ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് മദറിനെ അഡ്മിറ്റ് ചെയ്തതിന്റെ കുറേ പണി. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണ്ടായിരുന്നു. അഡ്മിറ്റ് അവിടെ തന്നെ ആയതുകൊണ്ട് ഷൂട്ടും എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് എല്ലാവർക്കും, അതായത് സിനിമ തുടങ്ങി ആദ്യം ക്യാമറമാൻ ഡോസ് കിട്ടി. അവൻ ആദ്യം മഞ്ഞപ്പിത്തം പിടിക്കുന്നു. അതൊരു സീരീസാണ്. പ്രീ പ്രൊഡക്ഷൻ മഞ്ഞപ്പിത്തം പിടിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സംശയം, മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നൊരു ഡൗട്ട്. എനിക്ക് ക്ഷീണമൊക്കെ വന്നു. അപ്പൊ നമ്മുടെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പരപ്പള്ളി, അപ്പൊ അദ്ദേഹം
അദ്ദേഹം പറഞ്ഞു എനിക്ക് മഞ്ഞപ്പിത്തം ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ട്. എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനെ തുടർന്ന് നമ്മുടെ എന്താ പറയാ പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ, റിസർച്ച് ആർട്ടിസ്റ്റുകളെല്ലാം സേഫ് ആയിരുന്നു. രക്ഷപ്പെട്ടു. ഇവരെല്ലാരും നന്നായിട്ട് പഠിച്ചിട്ടാണ് സിനിമ ചെയ്തത്. ആക്ടേഴ്സ് മാത്രമല്ല, എല്ലാവരും മെത്തേഡ് ആക്ടിങ് ആണ്. അല്ലെ, സാധാരണ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഒരു ഹൊറർ മൂവി ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകും. അപ്പൊ ഒരു മെഡിക്കൽ ത്രില്ലർ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് റിലേറ്റഡ് ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായല്ലേ? ഒരു ഇൻസിഡന്റ് അല്ല. അവസാനം എഡിറ്റർ എഡിറ്റ് ചെയ്യാൻ വരുമ്പോ എഡിറ്റർ പ്രശ്നങ്ങള്, വീട്ടില് പലർക്ക് അസുഖങ്ങള്, അങ്ങനെ ഓരോരുത്തരായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പം ഈ മലയാള സിനിമ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണല്ലോ. ഇപ്പം സുചേട്ടൻ ഇങ്ങനെ ഒത്തിരി ചൂസി ആയിട്ട് ഉള്ളൊരു പേഴ്സൺ കൂടാണ്. അപ്പൊ എന്തായിരിക്കും ഈ ഡോസ് എന്ന സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ത്രില്ലേഴ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് എന്നുള്ളതാണ് തന്നെ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ഞാൻ നോക്കിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ സമയത്ത് രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ആ റേഞ്ചിൽ വരുന്ന രീതിയിലുള്ളൊരു സ്റ്റോറിയും നറേഷനും ബ്യൂട്ടിഫുൾ ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആണ്. നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ രാക്ഷസൻ വന്ന് ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ വീണ്ടും ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ വന്ന പോലത്തെ ഒരു സംഭവം വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അഭിലാഷനത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ആലോചിച്ച് നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ 1-2 സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞ് ആ സമയത്താണ് ഡോസിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അതിൽ ഒരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി എനിക്ക് ഫീൽ ചെയ്തു. യൂഷ്വൽ ത്രില്ലേഴ്സിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിലുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി ആദ്യം എൻ്റെ അടുത്ത് പോലീസ് ക്യാരക്ടറാണ് സംസാരിച്ചത്, അശ്വിന്റെ ക്യാരക്ടർ സംസാരിച്ചു വന്നത്. ഓൾറെഡി പോലീസൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ വേറെ മാറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ. ഈ ഡോക്ടർ ക്യാരക്ടർ ചെയ്യാൻ എളുപ്പമായിരുന്നോ? എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എളുപ്പമല്ല, കുറച്ച് നമ്മള് മനസ്സിലാക്കേണ്ടി. മെഡിക്കൽ ടേംസ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യണ്ട. അതായത് നരേഷനിൽ തന്നെ ഷൂട്ട് ചോദിച്ചറിയാലോ എന്തൊക്കെയാണ് ഇവർക്ക് കുത്തിവെച്ചെന്ന് ചോദിച്ചതായിരുന്നു. അല്ല, നരേഷന്റെ സമയത്ത് ഓരോരോ ഡൗട്ടിന് ഉത്തരം റെഡിയായിരുന്നു. ഇതില് കാർഡിയോളജി അല്ലേ അതപ്പം അതിന്റെ പറഞ്ഞ പോലെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്റേതായ രീതിയിൽ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി. എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കും, പുള്ളിക്കാരിയുടെ മാനറിസം ഒക്കെ ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെതായ രീതിയിൽ ഐ ഡൺ സം ഹോംവർക്ക്. അല്ല, എനിക്ക് ഭയങ്കര ആണല്ലേ, ഓർമ്മയില്ല, സ്ക്രിപ്റ്റ് പിന്നെ ശരിക്കും കടന്നു വന്ന ഒരാള്. അല്ല അങ്ങനെയല്ല, മറ്റേ ഫേക്ക് ബ്ലഡ് ഒക്കെ വെച്ച് എൻജോയ് പറഞ്ഞത് കഥയല്ലെങ്കിൽ എത്തല്ലേ. സീക്രട്ട് പറയില്ല. അതുപോലെ തന്നെ ഇതിന്റെ ടാഗ് ലൈൻ തന്നെയാണ് ഇൻസ്പയർഡ് ബൈ ഷോക്കിംഗ് ട്രൂ ഇവന്റ്സ്. എന്താണ് ഷോക്കിംഗ് ട്രൂ ഇവന്റ്സ്? എന്തായിരിക്കും? നമ്മൾ വളരെ സാധാരണമെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഷോക്ക് ആവില്ലേ? ഷോക്ക് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് നമ്മള്. അതായത് ഇതിങ്ങനെ ഭയങ്കര, പക്ഷെ നമ്മൾ വളരെ സാധാരണ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഷോക്ക് ആവും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ വളരെ നമ്മൾ സേഫ്റ്റി ആയിട്ട്, നമ്മൾ വളരെ സേഫ് ആയിട്ട്, നമ്മൾ അതിനകത്തൊരു ടാഗ് ലൈൻ തന്നെ ഉണ്ട്, ജീവൻ തേടി പോകുന്ന സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് തകർന്നു പോയില്ലേ? അപ്പൊ അങ്ങനെ സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല മരണങ്ങളുടെയും പിന്നിൽ അറിയില്ലല്ലോ നടക്കുന്നത്, എങ്ങനെയാണ് മരിച്ചേക്കണെന്നൊക്കെ. അതാണ് ഷോക്കായിട്ട്. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്താണ്? അത് സിനിമ കണ്ടാൽ മാത്രം. അത് സിനിമയുടെ പിന്നെ നമ്മളത് മെഡിക്കൽ ടൈമാണ്. നമ്മൾ ഏത് അസുഖം വരുമ്പോഴും നമ്മൾ പറയുന്നത് ഒരു സെക്കൻഡ് ഒപ്പീനിയനോട് എടുക്കൂ എന്ന് പറയത്തില്ല. അത് സ്ഥിരം മെഡിക്കൽ ടൈം അല്ലേ എന്ന് പറയുന്ന പോലെ അതിന്റെ അന്തർലീനമായ അന്തസത്ത കാരണമെങ്കിൽ സിനിമ കാണണം. നമുക്ക് ഈ സിനിമയിൽ നിന്ന് ഒന്ന് വഴി മാറിയാലോ? ഒരു ചെറിയ റാപ്പിഡ് ഫയർ. ഓക്കെ, സിജു ചേട്ടനിന്ന് തുടങ്ങാം കേട്ടോ. എല്ലാം
സിനിമയിൽ നിന്ന് ഒന്ന് വഴിമാറി കുറച്ച് നേരം നമുക്കൊന്ന് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഒരു ദിവസത്തേക്ക് ഇൻവിസിബിൾ ആവാനായിട്ട് പറ്റി. അപ്പം ആരും അറിയാതെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം ആദ്യം ചെയ്യുന്ന ഒരു രഹസ്യമായ ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ എല്ലായിടത്തും എല്ലാ ഫ്ലൈറ്റും കയറി എല്ലായിടത്തും ട്രാവൽ ചെയ്യും. ഒരു ദിവസം കൊണ്ടോ? ആ ഒരു ദിവസം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകും. പോയിട്ടെങ്കിൽ തിരിച്ചു വരും. ലാസ് വേഗസിനൊക്കെ കസീനോയിലൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരും. അത്രേ ഉള്ളൂ. ആ. യെസ്. എന്നെയും കൂടിയാണോ? ബാങ്ക് കൊള്ള അതെ, ഇവിടെ അതല്ലേ കാണിച്ചപ്പോ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് കുറച്ച് ഗേൾസിന്റെ അടുത്ത് പോയിട്ട് വരാം. ഇനി ദൃശ്യ, വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡോസ് കിട്ടിയിട്ടുള്ളത് എന്തിനാ? പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കില്ല. പഠിക്കാൻ കുറച്ച് ലൈക്ക് മടിയുള്ള കൂട്ടത്തിലായിരുന്നു. മറ്റേ നോട്ട്സ് ഒന്നും എഴുതിയെടുക്കില്ല, അങ്ങനെ ഉടായ്പ് കാണിച്ച്. ഇപ്പം എൻ്റെ ലൈക്ക് നോട്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വീട്ടിൽ വരുമ്പോൾ ചോദിക്കും ഇന്ന് ക്ലാസ്സിൽ എന്താ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്ന് ആബ്സെൻ്റ് ആയിരുന്നു, മിസ് ആബ്സെൻ്റ് ആയിരുന്നു എന്നൊക്കെ കള്ളം പറയും. ചെറുപ്പത്തിൽ പഠിക്കാൻ മടിയായതുകൊണ്ട് ഇഗ്നോർ, പ്ലീസ് ഇഗ്നോർ. അപ്പോൾ അതിനെ പഠിക്കാത്തതിനാണ് കൂടുതൽ ഡോസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചെറുപ്പത്തിൽ കുറുമ്പൊക്കെ കാണിക്കും. അത് ചെറുപ്പത്തിലല്ലേ, വലുതായി കഴിഞ്ഞാൽ എന്തിനായിരിക്കും കിട്ടിയത്? വലുതായിട്ട് അങ്ങനെ ഡോസ് കിട്ടാൻ ഞാൻ തിരിച്ച് ഡോസ് കൊടുക്കും. തിരിച്ചാണ് കൊടുക്കുന്നത്. മുളകുപൊടി എടുത്ത് ഇങ്ങനെ കണ്ണി വാരിയിടുക, അങ്ങനെ ചെറിയ ചെറിയ കുറുമ്പ് അത്രയൊക്കെ ഉള്ളു. കുട്ടിയാകുമ്പോ നമ്മൾ പലതും ചെയ്യൂല. അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഫേക്ക് ന്യൂസ് ആണ്. ഓക്കെ, കൃഷ, ഈ സിനിമയിലെ ക്യാരക്ടറിന് ഒരു ഇൻസ്റ്റ ഐഡി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഐഡി കൊടുക്കുന്നത്? രാഗിത 1 2 3 ഏഞ്ചൽ ഓഫ് ലൈഫ്. ഏഞ്ചൽ ഓഫ് ലൈഫ്. മറ്റേ ഈ ഡാഡീസ് പ്രിൻസസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും, ഡാഡീസ് പ്രിൻസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡി കൊടുക്കുകയാണെങ്കിൽ, ഒരു പേര് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കും? പ്രകാശസ് പ്രിൻസസ് അതും ആകാം. ഏഞ്ചൽ ഓഫ് ലൈഫ് or ഇൻവിസിബിൾ ട്രൂത്ത്. ഇൻവിസിബിൾ ട്രൂത്ത് അങ്ങനെയല്ല, അത് ഇൻസ്റ്റ ഐഡി അല്ലേ? ഇൻസ്റ്റ ഐഡി ഇൻവിസിബിൾ ട്രൂത്ത്. ഇത്തിരി കുറച്ചൊക്കെ ആ പേരിൽ തന്നെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇല്ല, ഒന്നും കിട്ടില്ല. എനിക്ക് കിട്ടുമോ മനസ്സിലായി. അഭിലാഷേട്ടാ? ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇൻവിസിബിൾ ആണല്ലോ എല്ലാ സത്യങ്ങളും. ഓക്കെ, നൈസ്. അഭിലാഷേട്ടൻ്റെ അടുത്ത് ഇപ്പം വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഡിലീറ്റ് ചെയ്തൊരു ഇത് സോഷ്യൽ ലൈഫ് വേണ്ട അങ്ങനെ തോന്നാം. ശരിയാ, തോന്നാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറില്ല. അല്ല, തോന്നുന്നവരുണ്ട് ചിലർ. അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ചോദ്യം. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോ ലോഗൗട്ട് വരെ ചെയ്തിട്ടുള്ളൂ, ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നമ്മൾ ലോകത്തുനിന്ന് എവിടെ പോയ പോലത്തെ ഒരു ഫീൽ വരും. അപ്പൊ വീണ്ടും വരും. ഇല്ലാതിരിക്കാൻ പറ്റില്ല. 80 വയസ്സിൽ നമ്മൾ കൊടൈക്കനാൽ കാണും. 80 വയസ്സിൽ കൊടൈക്കനാൽ കാണും അല്ലേ? കൊടൈക്കനാൽ ചായക്കടയില്ല. 80 വയസ്സിൽ ഞങ്ങൾ കൊടൈക്കനാൽ 80 വയസ്സിൽ എവിടെ എത്തുന്നു? ഇപ്പോഴാണ് 80 വയസ്സിൽ എത്തിയത്. 80 വയസ്സിൽ സമയത്ത് അപ്പൊ എന്തായിരുന്നു ആ കോൺവെർസേഷൻ? അപ്പൊ ഒന്നല്ല, നമ്മൾ അങ്ങനെ ഹൈ ക്ലാസ് ചായക്കടയിലൊന്നും കാണില്ല. ഒരു സാധാരണ കൊടൈക്കനാലിൽ ഒരു ചായക്കടയിൽ അവിടെ കാണും. കൊടൈക്കനാലൊക്കെ അപ്പോഴും ഈ സാധാ ചായക്കടയൊക്കെ മാറുമല്ലോ, സ്ഥലങ്ങളൊക്കെ മാറുമല്ലോ. ചായ കുടിക്കില്ലേ? അല്ല, ആ സമയത്തേക്ക് അത് മാറുമല്ലോ. അടുത്ത ഇനി ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഉള്ള ഇതൊക്കെ മാറില്ലേ? 5-6 അവിടെ തന്നെ ഉണ്ടാവും. 80 വയസ്സാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോകാൻ തീരുമാനിച്ചു. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ബോഡി സ്വാപ്പ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആരുമായിട്ട് സ്വാപ്പ് ചെയ്യാം? ഗോഡ് അല്ല, ബോഡി ബോഡി പെൺകുട്ടികളുടെ അശ്വിൻ മതി. പെൺകുട്ടികളുടെ അശ്വിന്റെ അല്ല, പെൺകുട്ടികളുടെ അശ്വിൻ്റെ ആയിട്ട് സ്വാപ്പ് ചെയ്യും. കൃഷ്ണയുടെ അടുത്ത് ഈ സിനിമയെ ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡോസ് എന്നല്ലാതെ. ഡോസ് നല്ലാതെ പറയല്ലേ, ഒന്നും പറയില്ല. കണ്ടോ, എന്ത് പറയാനാ, ഒന്നും പറയലെന്ന് പറഞ്ഞിട്ട്. മറ്റേ സ്പോയിലർ ഒന്നും ഇല്ലാണ്ട് ഒറ്റ വാക്കില്, അതായത് ഈ സിനിമ ഒറ്റ ആദ്യം ഒരു പേരായിരുന്നു. ആ പേര് എന്നാ ഏട്ടൻ തന്നെ പറഞ്ഞു. ശ്വാസം. ശ്വാസം ആക്ച്വലി ബ്രെത്ത്. അശ്വിൻ, ഈ സിനിമ ഇപ്പം 1 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി.
ആരായിരിക്കും ആദ്യം വിളിക്കുക? ഇങ്ങോട്ടോ ഞാൻ വിളിക്കുന്നത്? ആ അങ്ങോട്ടോ. വൈഫ് ഫസ്റ്റ്. സന്തോഷം വിളിച്ചു പറയാം. സേഫ് സേഫ് സേഫ്. വല്ല സംശയമുണ്ടോ? അഭിലാഷേട്ട മറ്റേ അടുത്ത പടത്തിൽ ഞാനും വിളിക്കത്തില്ല എന്നൊക്കെ. നമുക്ക് സിനിമ ചെയ്യണ്ടേ? വൈഫോട് വിട്ടാലും തിരിഞ്ഞാൻ പറ്റുള്ളൂ. വൈഫിനെ വിളിച്ചാൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിലാഷിനെ അവിടെ വിളിച്ചിട്ടുള്ളൂ, വിളിക്കുന്നതായിരിക്കും. ബാക്കി കോളല്ല. ഈ സെറ്റിലെ ഏറ്റവും പെർഫെക്ഷനിസ്റ്റ് ആരായിരുന്നു? പെർഫെക്ഷനിസ്റ്റ് ഡയറക്ടർ തന്നെ. ഭയങ്കര ലൈക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറായിരുന്നു, അതുകൊണ്ട് പെർഫെക്ഷനിസ്റ്റ്. ഇവിടെ തന്നെ ഇപ്പം ഒരു സീക്രട്ട് മിഷന് വേണ്ടിയിട്ട് ഈ കൂട്ടത്തിലെ കുറച്ച് പേരെ വിടുകയാണ്. ഇപ്പം ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് അറിയാമല്ലോ. അപ്പം ആരായിരിക്കും കൂട്ടത്തിൽ ആദ്യം പിടിക്കപ്പെടുന്നത്? സിജു ചേട്ടനെയോ നോക്കുന്നത് ഞാനാണോ? ആരാണ്? കുറച്ച് ധൈര്യമുണ്ട്. അതെ, ധൈര്യമായിട്ട് പറഞ്ഞു. Secret mission. എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ സിഗരറ്റ് മെഷീൻ വിടത്തില്ല. ഇടത്തില്ല, ഒറ്റടക്കം കൊണ്ടല്ല. അല്ല, എന്നാലും വിടണ്ട വന്നു. ഈ 4 പേരിൽ ഒരാളെ വിടണ്ട വന്നു. ആ മെഷീൻ ഞാൻ ഉപേക്ഷിക്കും. ഇവനെ കൊണ്ട് ചെയ്യാനാണ് ഞാൻ mission ഞാൻ ഉപേക്ഷിച്ചത്. എന്നാലും ആരായിരിക്കും? ഒരാളെ വിട്ടു. ആദ്യം പിടിക്കപ്പെടുന്നത് ആരായിരിക്കും? പുള്ളി തന്നെ ഇരിക്കും. എല്ലാരും സീക്രട്ട് മിഷൻ നന്നായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഇത്ര നേരം നമ്മുടെ സീക്രട്ട് മിഷൻ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കഥയുടെ സിനിമയുടെ ഇതൊന്നും പുറത്തേക്ക് വരാതെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കും. ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും പിടിക്കപ്പെടുന്ന ഈ കൂട്ടത്തിൽ ആദ്യം? ദൃശ്യാണ്. ഞാൻ എന്നെ പറയലേ പറഞ്ഞില്ല, സമാധാനായെന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. അതെന്താ ദൃശ്യ പെട്ടെന്ന് പിടിക്കാനുള്ള റീസൺ എന്താ? അതെ 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 അതെ. ഒരാള് പിടിക്കപ്പെടണ്ടേ? അപ്പൊ അങ്ങനെ പറഞ്ഞോളൂ. പിടിക്കപ്പെടുമ്പോ ഇല്ല ആ മിഷൻ കൊളാക്കുള്ളൂ. ഞാൻ സീക്രട്ടിൽ ഭയങ്കര സൂപ്പറാണ്. എക്സ്ക്യൂസ് മീ. സിജുചേട്ടൻ്റെ അടുത്ത് ഈ കൂട്ടത്തിൽ വേറൊരാളുടെ ഞാൻ ക്യാരക്ടർ പിടിക്കപ്പെടും. ഞാൻ കുറച്ച് ഓവറാണ്. ആണോ? സീക്രട്ട് ആണെന്ന് ആക്ട് ചെയ്തിട്ട് സത്യസന്ധനാണ്. ഈ കൂട്ടത്തിൽ വേറൊരാളുടെ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ആരുടെ ചെയ്തേനെ? 2 minutes. ഈ കൂട്ടത്തില് ആ, അതായത് ഈ സിനിമയിലെ ആരും ആവാം. അശ്വിൻ തന്നെ ഈ ക്യാരക്ടർ. അശ്വിൻ നിങ്ങൾ ചെയ്ത തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടല്ലേ? നിങ്ങൾ തമ്മിൽ അതെ. നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്ത് കിട്ടിയ ബോണ്ടിങ്. അശ്വിന്റെ കാര്യം സജസ്റ്റ് ചെയ്തത് സിജു ബ്രോയാണ്. നമ്മുടെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതിരുന്നപ്പോ അതിനൊരു പോലീസ് അതുകൊണ്ടാണ് ഭയങ്കര ബോണ്ടിങ്. അവര് നേരത്തെ ഒരു പടത്തിന് വേണ്ടി ഒരു വീഡിയോ നമ്മളൊരു പൈലറ്റ് വീഡിയോ തന്നെ ട്രെയിലർ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. അതെ. അതിലും പോലീസ് ഇതായിരുന്നു. അപ്പൊ എനിക്ക് പോലീസ് പുള്ളിയുടെ വോയിസും ഇതൊക്കെ ഭയങ്കര രസമാണല്ലോ. അപ്പൊ ആ ഒരു സാധനം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്തു. ദാറ്റ് വാസ് എ വെരി ഇൻറ്റൻസ് പോലീസ് ആയിരുന്നു. ആ ഒരു സിനോപ്സിസ് ട്രെയിലർ എന്ന് പറയാം. പിന്നെ അത് സിനിമ അത് സംഭവിച്ചില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ എന്തോ ഒരു എന്തെങ്കിലും ഈ ഒരു ലൈനിൽ ചെയ്യണം എന്നുള്ള എന്തോ മാനിഫെസ്റ്റേഷൻ പോലെ ആയിരുന്നു അത്. ആക്ച്വലി ഇത് കിട്ടിയപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്തവിടെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഫാൻ മൊമെന്റ്. I got a free ride. My family got a free ride in Heli Dubai. ഹെലികോപ്റ്ററിൽ ദുബായിൽ ഒരു 25 മിനിറ്റ്സിൻ്റെ ഒരു റൈഡ്. ഇറ്റ് വാസ് ഗിഫ്റ്റഡ് ബൈ എ ഫാൻ. സോ ദാറ്റ് വാസ് സംതിങ് ബിഗ്ഗസ്റ്റ് എവർ. എന്താ പറയുക, I didn't know if I was celebrating or he was celebrating. എന്നൊക്കെ പറഞ്ഞിട്ട് then I got to understand that he was telling everything about me right from my YouTube, Facebook and ആദ്യത്തെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഇൻഡസ്ട്രിയുടെ മുമ്പ് ചില വീഡിയോസൊക്കെ ചെയ്തതൊക്കെ. അപ്പോൾ പുള്ളിയുടെ അതേ ആ മലയാളി സർക്കിൾ, ദുബായിലുള്ള മലയാളി സർക്കിളിലായിരുന്നു. അപ്പോൾ പുള്ളി ഹി വാസ് ലൈക്ക് അത്. പിന്നെ കമൽഹാസൻ്റെ ഫാനും കൂടിയാണ്. അപ്പോൾ എൻ്റെ മിമിക്രിയും കാര്യങ്ങൾ ഭയങ്കര പുള്ളിക്ക് ബ്രോ പ്ലീസ് അക്സെപ്റ്റ് ദിസ് അങ്ങനെ ഇത്രയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, താങ്ക് യു. ഇറ്റ് വാസ് അമേസിങ്. മീ മൈ ഫാമിലി, ഇറ്റ് വാസ് ജസ്റ്റ് മൈ ഫസ്റ്റ് സൺ അറ്റ് ദാറ്റ് ടൈം. സോ yeah, he was destined to go on a helicopter, so I'm so happy for them more than me. അടിപൊളി. അടുത്ത കൃഷല്ലേ. ഓക്കെ, ഒരു മരുഭൂമിയിൽ പെട്ടുപോയി. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൂടെ കൂട്ടാൻ പറ്റില്ല, ആരെ കൂട്ടും? എല്ലാരും നോക്കിയിട്ട്
കൃഷ അല്ലേ? ആരെയും കൂട്ടില്ല. ഇനി സമാധാനമായിട്ടൊന്ന് ഇട്ടാ മതി. ഈ കൂട്ടത്തിൽ നിന്ന് ആരും കൂട്ടി വേണ്ടല്ലേ. രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും പോവും. ആരും വേണ്ട. ഓക്കെ. ഈ ഗൂഗിൾ മാപ്പിനെക്കാട്ടിലും വഴി തെറ്റിക്കുന്ന ഒരാൾ ഈ കൂട്ടത്തിലാരാ? അങ്ങനെ പറയാൻ മാത്രം ഇവരായിട്ട് അങ്ങനത്തെ ഗൂഗിൾ മാപ്പ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ല, നമ്മള് ട്രൂത്ത്ഫുൾ ആയിട്ട് ആൻസർ പറയണം. അല്ല, പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ തോന്നുന്നത് സിരിച്ചേട്ടനായിരിക്കാം ഗൂഗിൾ മാപ്പ് ഒക്കെ തെറ്റിക്കാൻ കാരണം. അല്ല, നമ്മളെ തന്നെ വഴി തന്നെ ആയിരിക്കണം എന്നല്ലല്ലോ, ഏത് രീതിയിലും അല്ല, ആക്ച്വലി വഴി തെറ്റിക്കാൻ ആവശ്യം ഞാൻ തന്നെ. എനിക്ക് തന്നെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തെറ്റും. നീൽ പോളിഷ് ഒരു കയ്യിലിടും, ഈ കയ്യിലിടില്ല. അപ്പോൾ ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് അതന്നെ എനിക്ക് തെറ്റും. അപ്പോൾ മേ ബി ഞാൻ തന്നെയായിരിക്കും. എനിക്ക് അങ്ങനെ തെറ്റിക്കാനായിട്ട് വേറൊരാളുടെ ആവശ്യമില്ല, ഞാൻ തന്നെ. ചേട്ടൻ്റെ അടുത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും ക്രിഞ്ച് ആയിട്ടുള്ളതാരാ? കൊല്ലിഞ്ഞ എല്ലാത്തിനും എന്റെ പേര് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മളാരും ക്രിഞ്ച് അല്ല. സ്വന്തമായിട്ട് പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ടും പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഞാനായിരിക്കും. അങ്ങനെയാണ്. ഉണ്ട്. ഏറ്റവും വലിയൊരു ക്രിഞ്ച് മൊമെന്റ് ഏതായിരിക്കും? അത് ഏറ്റവും വലുത് വേണ്ട, ഏതെങ്കിലും ഒരു ക്രിഞ്ച് മൊമെന്റ്. ക്രിഞ്ച് മൊമെന്റ് ഞാൻ ഓർത്തിരിക്കാറില്ല. അനാവശ്യമായി ഞാൻ അത് ഓർത്ത് പറയാനായിരിക്കും ക്രിഞ്ച്. അതെല്ലേ. റാപ്പിഡ് ഫയർ കഴിഞ്ഞു. യെസ്, നല്ലല്ലായിരുന്നു. സൂപ്പർ, പൊളി 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 പൊളി. താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, ഇതിപ്പം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം 16 വർഷമാണ് ഇപ്പം. അപ്പം ഈ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് സിനിമകളിൽ മുഖം കാണിക്കേണ്ട, പക്ഷെ ഇപ്പം മലയാളം നല്ല ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യണമല്ലോ. സിരിച്ചേട്ടൻ്റെ ഇപ്പോൾ ഉള്ളൊരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ കരിയറിൽ എങ്ങനെയാണ് ഓരോ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതാണെങ്കിലും ആ അന്ന് വിനീതേട്ടൻ പറഞ്ഞ അഡ്വൈസും ഇപ്പം പ്രാക്ടിക്കലി എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതൊക്കെ? അല്ല, ഇപ്പോൾ നിലവിലുള്ളൊരു സിറ്റുവേഷനിൽ എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ റീൽസും റീസെൻ്റ്ലി ഇപ്പോൾ വാഴയൊക്കെ തന്നെ ഭയങ്കര ഹിറ്റായത് റീൽസിലൂടെ അവർ ഭയങ്കര പരിചിതമാണ്. അപ്പോൾ നമ്മൾ പരിചിതമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഇപ്പോൾ പണ്ട് സീരിയലിനൊക്കെ ഉണ്ടായിരുന്ന ഗുണം അതാണ്. നമ്മൾ വീട്ടിലെപ്പോഴും വൈകിട്ടിരുന്ന് സീരിയൽ കാണുമ്പോൾ അവരെപ്പോഴും ഭയങ്കര അടുത്ത് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മാറിയിട്ടുണ്ട്. അന്നത്തെ പോലെ അല്ല. അന്ന് നമ്മൾ ഉള്ള എന്താ പറയുക, ചപ്പലും ചവറിലൊക്കെ കയറി തല കാണിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു രീതി മാറി. ചപ്പലും ചവറെന്നല്ല ഞാൻ ഉദ്ദേശിച്ചാൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. എല്ലാ സിനിമകളിലും ആൾക്കാരെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴാണ് കുറച്ചും കൂടി പരിചിതമാകുന്നത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും? ഇപ്പം ചില സ്ക്രിപ്റ്റുകൾ നമുക്ക് പേഴ്സണലി കണക്ട് ആവില്ല. പക്ഷെ പറഞ്ഞ പോലെ സിനിമകളുടെ കൗണ്ട് കൂട്ടണം എന്നുള്ള ഒരു ടാർഗറ്റും ഉണ്ടാകും. അതപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും? ഞാനങ്ങനെ ടാർഗറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ എന്താ പറയുക, ഇങ്ങനെ കുറേ ഗ്യാപ്പ് വരുമ്പോൾ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ പെർഫോമൻസിനെയും ബാധിക്കും. നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പറഞ്ഞാൽ നമ്മൾ വരുന്ന എല്ലാം തന്നെ എടുത്ത് ചെയ്യാനും പറ്റില്ല. നമുക്ക് പെർഫോമൻസ് സ്കോപ്പുള്ള ക്യാരക്ടേഴ്സും അതുപോലത്തെ സിനിമകളും തന്നെയാണ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കഥാപാത്രം പോയി ചെയ്യാനായിട്ട് ഒരിക്കലും താല്പര്യമില്ല. വേറൊരു മോട്ടീവിൻ്റെ പുറത്ത് പോയി ചെയ്യാനായിട്ട് യാതൊരു രീതിയിലുള്ള താല്പര്യമില്ല. അതെ, നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 100% നമ്മൾ അതിനോട് നീതി പുലർത്തിയിട്ട് ജെന്യൂനായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ വേണം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കും. പറയുന്ന പോലെ സിനിമകൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ കുറവ് നടക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്നതിൽ നിന്ന് നമുക്ക് നല്ല നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ തന്നെയാണ്, അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അശ്വിൻ ചേട്ടൻ നോക്കിക്കഴിഞ്ഞാൽ പല ഇൻഡസ്ട്രി ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലോ. എങ്ങനെയായിരിക്കും അവിടെ മലയാളം ഇൻഡസ്ട്രി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇൻഡസ്ട്രിയിൽ ഞാൻ വ്യത്യാസം കാണുന്നില്ല. അതായത് ഇതിൽ ഒരുപാട് വേറെ വേറെ ഡൈനാമിക്സ് ഉണ്ട്. എന്തായാലും
ഓരോരോ ഭാഷയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ഒറ്റപ്പെട്ട ഒരു കമ്പനിയാണ്. അതൊരു വേറെ എന്തുമായിട്ട് എനിക്ക് ലിങ്ക് ചെയ്യാൻ ഒന്നും പറ്റില്ല. ജസ്റ്റ് ഭാഷ, നമ്മൾ സംസാരിക്കുന്ന ഭാഷ മാറുന്നുള്ളൂ. ഞാൻ കാണുന്ന വ്യത്യാസം ഓഡിയൻസിലാണ്. ഇപ്പോൾ നമ്മൾ മലയാളം ഇൻഡസ്ട്രി, തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ശരിക്കും ആ റിസീവിങ് എൻഡിലുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, അവരുടെ ഇടയിലാണ് ഞാൻ വ്യത്യാസം കാണുന്നത്. അപ്പോൾ ഞാൻ, അതായത് നമ്മളൊരു ചില ഫോർമാറ്റുകളുണ്ട്, ചില പാലറ്റുകളുണ്ട്, ചില സിനിമകൾ വീഴുന്ന ഒരു പാലറ്റുണ്ട്. അപ്പോൾ ആ ചില പാലറ്റിലൊക്കെ ഏത് സംസ്ഥാനത്തിൽ ആ പാലറ്റ് അല്ലെങ്കിൽ ആ ഫോർമുല അല്ലെങ്കിൽ ആ ഫോർമാറ്റിൽ സ്വീകരിക്കുന്നുണ്ട്, ചില സംസ്ഥാനത്തിൽ അത് സ്വീകരിക്കില്ല. അപ്പോൾ കേരള ഓഡിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കി കഴിയുമ്പോൾ. കാരണം സത്യം പറഞ്ഞാൽ ഇത് 2 sides ഓഫ് ദ സെയിം കോയിനാണ്. അതായത് ഞാൻ വളർന്നു വന്ന ഇൻഡസ്ട്രി ഏറ്റവും നല്ല സ്കൂളാണ് എനിക്ക്. അത് ശരിക്കും എനിക്ക് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യത്തിൻ്റെ ഒരു കുറവില്ല. പിന്നെ എനിക്ക് സർപ്രൈസിങ് കൂടിയാണ്. കാരണം ഞാൻ തമിഴനാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ ഇത്രയും വർഷങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിലനിൽക്കാൻ പറ്റി എന്ന് പറയുന്ന കാര്യം എനിക്ക് പോലും സർപ്രൈസ്, മിറാക്കിളാണ്. അപ്പോൾ ഞാൻ എത്രത്തോളം മലയാളം ഇങ്ങനെ കേട്ട് പഠിച്ച് ഇത്രയും മലയാളി, ഒരു കൺവേർട്ടഡ് മലയാളിയാണ് ഞാൻ, ലിറ്ററലി, കൺവേർട്ടഡ് തമിഴിയൻ. സോ ഐ വാസ് ഏബിൾ ടു കണക്ട് ഹിയർ ബെറ്റർ. സോ ഐ തിങ്ക് എൻ്റെ ഒപ്പീനിയൻ ഇൻഡസ്ട്രിയുടെ കുറിച്ചല്ല, വേറെ യു സൂട്ടിങ് യുവർ സെൽഫ് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സ്ഥലം. ഞാൻ ജനിച്ച് തമിഴ്നാട്ടിൽ തന്നെ എനിക്ക് കംഫർട്ടല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ എന്തോ ഒരു ബിലോങ്ങിങ്നെസ് വരുന്നുണ്ട്. അവിടെ കയറി വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം, ഒരു വലിയ തമിഴ് ആക്ടറായിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത് ബോണസാണ് കിട്ടിയത്. ഇപ്പൊ തൃശ്ശയുടെ ഒരു ജേർണി ഇപ്പം കുറച്ച് ഇയേഴ്സ് ആയി, ഇതുപോലെ തന്നെ ഇത്രയും വർഷത്തെ ഒരു ജേർണി എങ്ങനെ സിനിമ? ഇപ്പോഴും ഐ എം സ്റ്റിൽ ലേണിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഹാപ്പി വെഡിങ് ചെയ്തിട്ട്, ഇപ്പോൾ ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി സിനിമയെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയോ എത്തിപ്പെട്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് എങ്ങനെയോ വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഹാപ്പി വെഡിങ്. ഞാൻ ഇതിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൃശ്യം. ഞാനത് പിന്നീടാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ദൃശ്യം എടുത്ത് പറഞ്ഞത്, ലൈക്ക് നമുക്ക് മനസ്സിലാവില്ല ആ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയെന്നുള്ളത്. 10 years എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളത്, ഈ ക്യാരക്ടർ എങ്ങനെ ക്യാരി ചെയ്യും എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ദൃശ്യയുടെ ഫസ്റ്റ് മൂവിയാണ് ഹാപ്പി വെഡിങ് ടൈമിൽ ഞാൻ ദൃശ്യനെ കണ്ടേക്കുന്നതാണ്, പിന്നെ ഇപ്പോൾ കണ്ടേക്കുന്നതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു, അവളത് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ക്യാരി ചെയ്തു. ഇപ്പോഴും ഐ വുഡ് നോട്ട് കോൾ മൈസെൽഫ് ഇപ്പൊ ഞാൻ ഭയങ്കര സൂപ്പർ ആയിട്ട്, ഇപ്പൊ ഞാൻ ഭയങ്കര കംപ്ലീറ്റ്, അങ്ങനെ ഐ എം സ്റ്റിൽ ലൈക്ക് ഓരോ പ്രോസസ്സിൽ നിന്നും ഐ എം സ്റ്റിൽ ലേണിംഗ്. ഇപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴായാലും ഏത് ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ദർ ആർ ലൈക്ക് സെവറൽ മെത്തേഡ് ആക്ടിങ്, അങ്ങനെ ഏതാണ് എനിക്ക് വർക്ക് ആവുന്നത് എന്നൊക്കെ ഇപ്പോഴും ഐ എം സ്റ്റിൽ ഫിഗറിങ് ഇറ്റ് ഔട്ട്. ഏതായാലും സിനിമ ഉടനെ തിയേറ്ററിലേക്ക് എത്താണ്. ഇപ്പം ഡോസ് എല്ലാവർക്കും നല്ലൊരു ഡോസ് കൊടുക്കുന്ന ഒരു സിനിമ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.